ഷിനോജ് നേരത്തെ കടയുടമ പറഞ്ഞത് കടയുടമയ്ക്കും ആരാണ് ഈ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വാങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു സൂചനയും ലഭ്യമല്ല. ഏത് സമയത്താണ് ടിക്കറ്റ് വിട്ടതെന്നും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ, കാരണം 1 മണിക്കൂർ നറുക്കെടുപ്പ് കഴിഞ്ഞ് പിന്നിട്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഒന്നാം സമ്മാനം ഭാഗ്യവാൻ ആര് എന്നറിയാനുള്ള ഒരു കൗതുകത്തിൻ്റെ ആ ഒരു നിരയിലാണ് ഇപ്പോൾ മലയാളി നിൽക്കുന്നത്. ഒന്നാം സമ്മാനക്കാരെ അധികം തന്നെ നമുക്ക് സമയമെടുക്കാതെ അറിയാൻ കഴിയുമോ? പ്രതീക്ഷ അധിക സമയം എടുക്കാതെ തന്നെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലുള്ള ന്യൂ ലക്കി സെന്ററിലാണ്. ഇവിടെ ലോട്ടറിയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി 20 കോടി ഒന്നാം സമ്മാനം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ എഴുതി വെച്ചത് വെറുതെ ആയില്ല. 20 കോടി വിറ്റിരിക്കുന്ന ടിക്കറ്റ് ഇവിടെ നിന്നാണ് വിട്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ലോട്ടറി ഏജന്റ് എന്ന് പറയുന്നത് സുദീഖ്, അദ്ദേഹത്തിൻ്റെയാണ് ഈ കട. പക്ഷേ പുറത്ത് ലഡു വാങ്ങുന്നതിന് വേണ്ടി തിരക്കിലാണ് സുദീഖേട്ടനുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടാ സന്തോഷമായി. ലോട്ടറി നിങ്ങൾക്ക് അടിച്ച നിങ്ങൾ ഇവിടുന്ന് വിറ്റതാണോ? ഇവിടുന്ന് തട്ടേന്ന് വിറ്റ. ചേട്ടൻ ഇവിടെ കടയിൽ നിൽക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ ചാപ്പ. ആരാ കൊണ്ടുപോയെന്നല്ലോ ഒന്നും അറിയില്ല. ഒരു പിടിയില്ല. അതില്ല, വന്ന് ചോദിക്കും, പൈസ തരും, നമ്പർ അവർ ചോദിക്കുന്ന നമ്പർ എടുത്ത് കൊടുക്കുക. അങ്ങനെ എടുത്ത് കൊടുത്തു. സാധാരണ ഇവിടെ കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പം ഈ ശബരിമല തീർത്ഥാടകരൊക്കെ എടുത്തോണ്ട് പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. സ്വാമിമാരൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. വണ്ടി കൊണ്ട് നിർത്തി അവരെ 1ഉം 2ഉം ഒക്കെ വീതം എടുക്കും. അങ്ങനെയും പോയിട്ടുണ്ട്. അല്ലാതെ ബംഗാളികള്, ഈ തമിഴ്നാട്ടുകാര്, അങ്ങനെ വലിയ ഭായിമാരുണ്ടല്ലോ, അവരും എടുത്തോണ്ട് പോയിട്ടുണ്ട്. സ്ഥിരം പോകും. നേരത്തെ സമ്മാനം അടിച്ചിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് തിരുവോണത്തിന്റെ ഓണംബർ 1 കോടി. ഭയങ്കര സന്തോഷം. റീറ്റെയിൽ ആയിട്ടാണ് വിറ്റുപോയത്. അതറിയത്തില്ല. വിറ്റു. അതെ. പ്രതീക്ഷ പെട്ടികൾ കണക്കിനാണ് ലഡു ഇവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും 20 കോടിയാണ്. അപ്പോൾ അതിന് കണക്കിനുള്ള ലഡു ഇവിടെ തയ്യാറാണ് അല്ലേ ചേട്ടാ? നിങ്ങളെ കിട്ടിയോ ലഡു? സുധീകേട്ടൻ എവിടെയാ? സുധീകേട്ടൻ ലേജന്റ് എവിടെയാ? പുള്ളി ഇപ്പൊ വരും. പുള്ളി വേറെ ലഡു മേടിക്കാൻ പോയിരിക്കുകയാണോ? വെളിയിലോട്ട് പോയതാ. നിങ്ങളൊക്കെ ഇവിടെ സാധാരണ ലോട്ടറി ഇവിടെ എടുക്കുന്ന? ഞാൻ പുള്ളിയുടെ മോനാണ്. ഓണറുടെ മകനാണ്. കൂടുതലൊന്നും പറയല്ല, ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇപ്പൊ അടിച്ചെന്ന് അറിഞ്ഞു. ചേട്ടാ നിങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് പക്ഷെ കിട്ടിയില്ല. വിഷമമുണ്ടോ? എന്റെ വിഷമില്ലായിരിക്കും. എനിക്കുണ്ട്. ആർക്ക് കിട്ടിയാലും സന്തോഷം. സന്തോഷം. ഇവിടെ പോയി ഇങ്ങനെ വിട്ടുപോയതിന് സന്തോഷമുണ്ട്. ഇവിടുന്നാണ് ലോട്ടറി എടുത്തത്. മെമ്പർ എടുത്തായിരുന്നോ? ചേട്ടൻ എടുത്തായിരുന്നു? മെമ്പർ എടുത്തായിരുന്നു? ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരനാണ്. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ആർക്ക് അടിച്ചോണ്ട് പോയെന്നുള്ള ഐഡിയ ഉണ്ടോ? അതറിയത്തില്ല. ഞാൻ ഇവിടുന്ന് എടുത്തോണ്ട് പോയി 50 വരെ വിറ്റതാ. 50 വിറ്റു. ചേട്ടൻ വിറ്റയിലാണോ ഒരു ഭാഗ്യവാനുള്ള? അല്ല, ഇവിടെ കൗണ്ടറിൽ വിറ്റ. എന്തായാലും ചേട്ടൻ സന്തോഷത്തിൽ ചേട്ടൻ ലഡു കഴിച്ചോ? ലഡു കിട്ടി. ഓക്കെ. അപ്പോ പ്രതീക്ഷ ആരാണ് ഇനി ഭാഗ്യവാനെന്ന് അറിയാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. രണ്ടാമത്തെ ഒരു മധുരമാണ്. 3 വർഷം മുൻപ് അവിടെ 1 കോടി രൂപ അടിച്ചതായി പറയുന്നു. അപ്പോൾ അന്നും അങ്ങനെ ഏജന്റുമാർക്ക്, ഏജൻസിക്ക് ഒരു വിഹിതം കൂടി ലഭ്യമാകുമല്ലോ ഈ ഒന്നാം സമ്മാനം ബമ്പർ അടിക്കുമ്പോൾ. അങ്ങനെ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇരട്ടി സന്തോഷത്തിലാണ്. തീർച്ചയായും പ്രതീക്ഷ. കാരണം നിൽക്കുന്ന ചേട്ടന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. കാരണം ചേട്ടനോട് അല്ലേ സന്തോഷം കൊണ്ടാ. ലഡു കഴിക്കുന്നുണ്ടോ ഇതില്? ഇല്ല, ഷുഗറുണ്ട്. നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ചേട്ടാ ഈ 20 കോടി 20 ലഡുവിൽ നിർത്താനുള്ള പരിപാടിയാണോ? അപ്പം ആവശ്യക്കാർ എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ ഇന്നത്തെ ഭക്ഷണം ഇവിടെ അത് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഈ നേരത്തെ ഈ 3 കോടി ഒരു 3 വർഷം മുമ്പ് അടിച്ചെന്ന് പറഞ്ഞ സമയല്ലേ? അത് ഓണത്തിന്റെ സെക്കൻഡ് പ്രൈസ്. തിരുവോണത്തിന്റെ ഇത് ഫസ്റ്റ് പ്രൈസ്, അത് സെക്കൻഡ് പ്രൈസ്. നേരത്തെ അടിച്ച സമ്മാനം അടിച്ച് ഇപ്പൊ ഒരു വലിയ സമ്മാനം എത്തിയിരിക്കുകയാണ്. സമ്മാനത്തിന്റെ അതും ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അതിന് എങ്ങനെയാ തോന്നുന്നത്? എന്നാ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. വാക്കുകളില്ല. എന്തായാലും തീർച്ചയായും സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചേട്ടനൊക്കെ ഇവിടെ വിറ്റ് എടുക്കുന്ന ലോട്ടറി വിൽക്കുന്ന ആളാ. ചേട്ടൻ വിറ്റിട്ടുണ്ടോ? വിറ്റിട്ടുണ്ട്. അതിൽ വല്ല ഉണ്ടോ? ഭാഗ്യമുണ്ടോ? 20 കോടി? ഇല്ല, ഭാഗ്യമൊന്നും ഇല്ല. അതിലില്ല. നോക്കി കടയിൽ വിൽക്കുന്ന സന്തോഷം, നല്ല ഇരട്ടി സന്തോഷം. ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്? ഇവിടുന്ന് എടുക്കുന്നത്. സന്തോഷമുണ്ട്. ലോട്ടറി കിട്ടിയോ? ലഡു കിട്ടിയോ? കിട്ടി. ലഡു കിട്ടിയോ? ചേട്ടൻ വെച്ചോ? ലഡു കഴിച്ചോ?
എന്നാലും ആരാ ഭാഗ്യം എപ്പോ അറിയാൻ പറ്റുന്ന എന്തെങ്കിലും സൂചന ഉണ്ടോ? ആരെങ്കിലും വിളിച്ചായിരുന്നു നിങ്ങളെ? സത്യം പറ ചേട്ടാ. ആ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി വിളിച്ചായിരുന്നു ആരെങ്കിലും? ചേട്ടാ, ശശിയേട്ടാ, ആരെങ്കിലും വിളിച്ചായിരുന്നോ? എങ്ങനെ? ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇല്ല, അവരാരേലും പറയുമോ? അങ്ങനെ പറയല്ല. പറയത്തില്ല. ഇല്ല, അവർ വാങ്ങിക്കൊണ്ടേ കൊടുക്കുകയേ ഉള്ളൂ. എങ്കിലും ഇല്ല, നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ചിലപ്പം വന്ന് നമ്മളോട് അടുപ്പക്കാരെല്ലാം അതൊന്നും അറിയത്തില്ല. അറിയത്തില്ല. ആ എന്തായാലും ഇത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ വീണ്ടും ലോട്ടറി എടുക്കാൻ വരുന്നുണ്ട്.